ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് പ്രമുഖ ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ ഷാജി പ്രഭാകറിന്. ഈ വർഷത്തെ പി കേശവദേവ സാഹിത്യ പുരസ്കാരം ശശി തരൂർ എംപിയുടെ വൈ ഐ ആം ഹിന്ദു, ദി ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നീ പുസ്തകങ്ങൾക്ക്. വ്യക്തികളിൽ നിന്ന് ആദായനികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാകുന്നു ഒമാൻ. യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 71 സ്ഥാനം. സ്വീഡനാണ് 1 സ്ഥാനത്ത്. ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൺഹേഗനാണ് 1 സ്ഥാനത്ത്. മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയടെക്കിന്. ഫൈനലിൽ അമേരിക്കയുടെ അമൻഡ അനിസിമോവയെ പരാജയപ്പെടുത്തി. വിംബിൾട്ടൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനെ പരാജയപ്പെടുത്തി. അനിമേഷ് കുജുർ ആണ് ഇന്ത്യയിലെ അതിവേഗ ഓട്ടക്കാരൻ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ CEO ആയി നിയമിതനായത് സഞ്ജോഗ് ഗുപ്ത. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മാനേജിംഗ് ഡയറക്ടറും CEOയുമായി മലയാളിയായ പ്രിയ നായർ നിയമിതയായി. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയാണ് ലഫ്റ്റനന്റ് ആസ്ത പുനിയ. ഷങ്ഹായ് സഹകരണ സംഘടനാ യോഗം ചൈനയിൽ നടന്നു. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയം. ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ. ഷങ്ഹായ് സഹകരണ സംഘടന യോഗം ചൈനയിൽ. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിൽ. നാഷണൽ ടർമറിക് ബോർഡ് ആസ്ഥാന മന്ദിരം തെലങ്കാനയിലെ നിസാമാബാദ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി ബോങ് ജുൻ ഹോ സംവിധാനം ചെയ്ത പാരസൈറ്റ് എന്ന കൊറിയൻ ചിത്രം തെരഞ്ഞെടുക്കപ്പെട്ടു. ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത്. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന AI സംവിധാനമാണ് ശുചിത്വ ഐ. 2026 ജൂണിൽ റഷ്യയുടെ സോയുസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളിയാണ് അനിൽ മേനോൻ. തായ്ലൻഡാണ് 24ാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത്. ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ആനന്ദിൽ. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സർപ്പപാഠം. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന AI സംവിധാനമാണ് ശുചിത്വ ഐ. 24ാമത്തെ അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത് തായ്ലൻഡ്. 2026 ജൂണിൽ റഷ്യയുടെ സോയുസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളി അനിൽ മേനോൻ.
നാവികസേനയുടെ റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലായ INS തമാൽ കമ്മീഷൻ ചെയ്തു. കുട്ടികളുടെയും യുവാക്കളുടെയും ചരിത്രം സംബന്ധിച്ച 2024 മികച്ച ഇംഗ്ലീഷ് പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ ഗ്രേസ് ആബറ്റ് ബുക്ക് പ്രൈസ് ഡോക്ടർ ദിവ്യ കണ്ണന്റെ കണ്ടസ്റ്റഡ് ചൈൽഡ്ഹുഡ്സ്, കാസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കൊളോണിയൽ കേരള എന്ന പുസ്തകത്തിന്. ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവരുന്ന ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കൊട്ടാരക്കരക്കടുത്ത് നെടുവത്തൂരിൽ പ്രവർത്തനം തുടങ്ങി. വിദേശങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ ആരംഭിച്ച് നോർക്ക. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന അസ്ത്ര മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി അശ്വിൻ ശേഖർ. കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. രാജ്യത്തെ 1-ാം നമ്പർ ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനവും ജമ്മു കാശ്മീരിലെ ഡച്ചിങ്ങാം ദേശീയോദ്യാനവും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ വൺ. (2024) കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ. വിശിഷ്ടാംഗത്വം KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. കവിത അനിത തമ്പി, മുരിങ്ങ വാഴ കറിവേപ്പ്. നോവൽ GR ഇന്ദുഗോപൻ, ആനോ. ചെറുകഥ V ഷിനിലാൽ, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. നാടകം ശശിധരൻ നടുവിൽ, പിത്തളശലഭം. സാഹിത്യ വിമർശനം G ദിലീപൻ, രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ. വൈജ്ഞാനിക സാഹിത്യം P ദീപക്, നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. ജീവചരിത്രം ഡോക്ടർ K രാജശേഖരൻ നായർ, ഞാൻ എന്ന ഭാവം. യാത്രാവിവരണം KR അജയൻ, ആരോഹണം ഹിമാലയം. വിവർത്തനം ചിഞ്ചു പ്രകാശ്, ജിയോ കോണ്ടബെല്ലി, എൻ്റെ രാജ്യം എൻ്റെ ശരീരം. ബാലസാഹിത്യം EN ഷീജ, അമ്മ മണമുള്ള കനിവുകൾ. ഹാസ്യസാഹിത്യം നിരഞ്ജൻ, കേരളത്തിൻ്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം. CB കുമാർ അവാർഡ് M സ്വരാജ്, പൂക്കളുടെ പുസ്തകം. കുറ്റിപ്പുഴ അവാർഡ് ഡോക്ടർ SS ശ്രീകുമാർ, മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം. GN പിള്ള അവാർഡ് 2 പേർക്ക്, ഡോക്ടർ KC സൗമ്യ, ഡോക്ടർ TS ശ്യാംകുമാർ. ഗീതാ ഹിരണ്യൻ അവാർഡ് സലീം ഷെരീഫ്, പൂക്കാരൻ. യുവ കവിതാ അവാർഡ് ദുർഗ പ്രസാദ്, രാത്രിയിൽ അച്ചാങ്കാര. തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം ഡോക്ടർ KP പ്രസീത, എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ. വിശിഷ്ടാംഗത്വം KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. കവിത അനിത തമ്പി, മുരിങ്ങ വാഴ കറിവേപ്പ്. നോവൽ GR ഇന്ദുഗോപൻ, ആനോ. ചെറുകഥ V ഷിനിലാൽ, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. നാടകം ശശിധരൻ നടുവിൽ, പിത്തളശലഭം. സാഹിത്യ വിമർശനം G ദിലീപൻ, രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ. വൈജ്ഞാനിക സാഹിത്യം P ദീപക്, നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം.
ജീവചരിത്രം ഡോക്ടർ കെ രാജശേഖരൻ നായർ, ഞാനെന്ന ഭാവം. യാത്രാവിവരണം KR അജയൻ, ആരോഹണം ഹിമാലയം. വിവർത്തനം ചിഞ്ചു പ്രകാശ്, ജിയോ കോണ്ടബെല്ലി, എൻ്റെ രാജ്യം എൻ്റെ ശരീരം. ബാലസാഹിത്യം EN ഷീജ, അമ്മ മണമുള്ള കനിവുകൾ. ഹാസ്യസാഹിത്യം നിരഞ്ജൻ, കേരളത്തിൻ്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം. CB കുമാരൻ അവാർഡ് M സ്വരാജ്, പൂക്കളുടെ പുസ്തകം. കുറ്റിപ്പുഴ അവാർഡ് ഡോക്ടർ SS ശ്രീകുമാർ, മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം. GN പിള്ള അവാർഡ് 2 പേർക്ക്, ഡോക്ടർ KC സൗമ്യ, ഡോക്ടർ TS ശ്യാംകുമാർ. ഗീതാഹിരണ്യൻ അവാർഡ് സലീം ഷെരീഫ്, പൂക്കാരൻ. യുവ കവിത അവാർഡ് ദുർഗ പ്രസാദ്, രാത്രിയിൽ അച്ചാങ്കാര. തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം ഡോക്ടർ KP പ്രസീത, എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റണൌട്ട്. വിരാജ് എന്ന ആനയാണ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം. ഉസ്ബെക് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ഇന്ത്യയുടെ R പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന നേട്ടം സ്വന്തമാക്കി സ്മൃതി മന്ദാന. പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ലോക 1-ാം നമ്പർ സ്ഥാനം. ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ കിരീടം. ചൈനയിലാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ D ഗുഗേഷിന് കിരീടം. അണ്ടർ 21 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം ഇംഗ്ലണ്ടിന്. അണ്ടർ 19 യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ചുറി നേടുന്ന താരമായി ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി. യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിക്കാണ്. ഇന്ത്യക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ആദ്യ താരമാണ് ശുഭ്മാൻ ഗിൽ, 430 റൺസ്. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് ബീറ്റ ടെക്നോളജീസിൻ്റെ അലിയ CX 300. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി റവാഡ A ചന്ദ്രശേഖർ. പരാഗ് ജെയിനാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവി. 2025 17-ാം ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു. നെതർലൻഡ്സിലെ ഹേഗാണ് 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2026 AI ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 2025 വാർഷിക സമ്മേളനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്നു. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി റവാഡ A ചന്ദ്രശേഖർ. റോയുടെ പുതിയ മേധാവി, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവി പരാഗ് ജെയിൻ. 2025 17-ാം ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലൻഡിലെ ഹേഗ്. 2026 AI ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിലീപ് ദോഷി അന്തരിച്ചു.